അസ്സലാമലൈക്കും. എല്ലാവർക്കും റസിയാസ് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ഒരു വൈറ്റ് കളറിലെ നല്ല പുഡിംഗ്, വെണ്ണ പോലെ കഴിക്കാൻ പറ്റിയ പുഡിംഗ്, റാഫെല്ലോ പുഡിംഗ്. ഇത് തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടമാകും. അതിന് വേണ്ടുന്ന ചേരുവകൾ എല്ലാം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീം 1 കപ്പ്, ഫ്രഷ് ക്രീം 1 കപ്പ്, പിന്നെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ, പിന്നെ തേങ്ങാപ്പൊടി വേണം. ഡ്രൈ ആക്കിയ തേങ്ങ പൊടി, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അത് ഒരു 1/4 കപ്പ് വേണം. പിന്നെ ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ, അത് തണുത്ത വെള്ളത്തിൽ കുതിർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പല്ല 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഇങ്ങനെ എല്ലാ ചേരുവകളും ചേർത്ത് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കണം. ആദ്യം ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീം നമ്മുടെ ഒരു ബൗളിലെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നല്ല പതഞ്ഞ് അത് നല്ല ഏകദേശം ഡബിളായി കഴിഞ്ഞാൽ അതിനകത്ത് മറ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡറും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും പിന്നെ ജലാറ്റിൻ, വാനില എസൻസ്, ഇങ്ങനെ ഓരോന്നായിട്ട് അതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ പുഡിംഗ് ട്രേയിൽ ഇതൊഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാൻ. അത് സെറ്റ് ചെയ്താൽ ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് സെറ്റായി വരുള്ളൂ. അത് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ചെയ്തത് റാഫെല്ലോ ക്യാൻഡി മാതിരി, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി അതിൽ ഹാസൽനട്ടോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ ആൽമണ്ടോ ഏത് നട്ട്സ് വേണമെങ്കിലും അതിനകത്ത് വെച്ച് ഉരുട്ടി അതിൽ തേങ്ങാപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിന് മേലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അല്ലെങ്കിൽ വെറുതെ നട്ട്സ് മാത്രം വെച്ചാലും മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് ഇത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ജലാറ്റിൻ തണുത്ത വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10-15 മിനിറ്റോളം കുതിർത്ത് വെച്ചു. ഇതിന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ് ടിൻ, 1/2 ടിൻ മിൽക്ക് മെയ്ഡ് ചേർക്കണം. 1/2 ടിൻ മിൽക്ക് മെയ്ഡ് ചേർത്തു, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിന്ന്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രഷ് ക്രീം, അമൂല്യയുടെ ഫ്രഷ് ക്രീമാണ്, ഫ്രഷ് ക്രീം ചേർക്കണം. ഇനി ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറാണിത്. പിന്നെ ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങാപ്പൊടി ഒരു 1/2 കപ്പ്. നന്നായിട്ട് ഇളക്കുക. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അതൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. അത് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ വരാനാണ്. 1 ടീസ്പൂൺ എസൻസ് ചേർക്കുന്നു. ഇത് വിപ്പിംഗ് ക്രീമിനും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിനും നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല.
ഇത് ജലാറ്റിൻ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ ചേർക്കാം. നമുക്കൊന്നും കൂടെ ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം പുഡിംഗ് ട്രേയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാൻ വെക്കാം. നമുക്കിത് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കണം. നന്നായി ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പുഡിങ്ങിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബോൾസ് ഉണ്ടാക്കണം. റാഫെല്ലോ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ വരാൻ അത് നമ്മൾ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക്. അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പൊടി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കുഴച്ചെടുത്ത് ഉരുട്ടിയെടുക്കണം. നമ്മുടെ റാഫെല്ലോ പുഡിംഗ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേഷൻ ചെയ്യണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇത് ഫ്രഷ് മിൽക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് തേങ്ങാപ്പൊടിയിലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. നമുക്ക് കുറച്ച് ബദാം ചിപ്സ് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്ത ചിപ്സും സ്പ്രെഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ചിപ്സ് വെച്ചിട്ടോ പിസ്ത ചിപ്സോ ബദാം ചിപ്സോ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ചിപ്സ്, വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ്. റാഫെല്ലോ പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. കോക്കനട്ട് മിൽക്ക് പൗഡറും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല വെണ്ണ പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് ഇതിങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരുപാട് പുഡിംഗ് എനിക്ക് കാണിച്ചു തരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും സലാം.